വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ എടപ്പാൾ കണ്ണഞ്ചിറ ബാറിന് പുറകുവശത്തെ കുളങ്കര പാടം വ്യാപകമായി തൂർക്കുന്നതായി പരാതി. ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒത്താശയോടെയാണ് പാടം വ്യാപകമായി തൂർക്കുന്നതെന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ രംഗത്തെത്തി. പാടം തൂർക്കുന്നതിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനം. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ എടപ്പാൾ കണ്ണഞ്ചിറ ബാറിന് പുറകുവശത്തെ കുളങ്കര പാടം മണ്ണും കെട്ടിട അവശിഷ്ടങ്ങളും ഇട്ടാണ് വ്യാപകമായി തൂർക്കുന്നത്. പലരും അല്പാൽപമായി പാടം തൂർത്തുവരുന്ന സ്ഥിതിയാണുള്ളത്. പിന്നീട് ഈ സ്ഥലം ആവശ്യക്കാർക്ക് മറച്ചു വിൽക്കുകയും ചെയ്യും. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബിജെപി പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒത്താശയോടെയാണ് പാടം വ്യാപകമായി തൂർക്കുന്നതെന്നാണ് ബിജെപി പ്രവർത്തകരുടെ ആരോപണം. വട്ടംകുളം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ വ്യാപകമായാണ് കൃഷിയിടം തൂർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ പ്രധാന നേതാക്കന്മാരും കൂടിയാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത്. കാലങ്ങളായി നമുക്കറിയാം, വട്ടംകുളം പഞ്ചായത്തിലെ പല മേഖലകളിലും ഈ കൂട്ടുകെട്ട് നിരവധി പാടങ്ങൾ തൂർത്ത് അത് പുറമെ വിറ്റുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക നേട്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരു ഭൂമാഫിയ ഇപ്പോൾ നമ്മുടെ 13-ാം വാർഡിൽ കണ്ണഞ്ചിറ ഭാഗത്ത് വ്യാപകമായിട്ടാണ് കൃഷിയിടങ്ങൾ തൂർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. സാധാരണക്കാരന് ഒരു 5 സെന്റ് സ്ഥലം തൂർക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി എങ്ങനെ തൂർക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത് ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഭരണകക്ഷികളുടെയും ഒത്താശയോടുകൂടിയാണ് പ്രതിപക്ഷവും വട്ടംകുളം പഞ്ചായത്ത് ഭരണപക്ഷവും ചേർന്ന് ഈ വ്യാപകമായ കൃഷിയിടം തൂർക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വൻ പ്രക്ഷോഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചതടക്കം തൂർക്കാൻ ഉപയോഗിക്കുന്നതായും അവർ ആരോപിച്ചു. കൂടാതെ വട്ടംകുളം പഞ്ചായത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പൊളിച്ചു മാറ്റിയ ബിൽഡിംഗ് അവശിഷ്ടങ്ങളടക്കം ഈ സ്ഥലത്ത് തൂർക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഇതിന്റെ വേസ്റ്റുകൾ കാണാൻ സാധിക്കും. ഇതിനെതിരെ ഭരണപക്ഷം എന്താണ് അത് അങ്ങനെ സംഭവിക്കാൻ കാരണം, ഈ പാടം തൂർക്കുന്ന ഭരണപക്ഷവും ഒത്തുചേർന്നുകൊണ്ടാണോ എന്ന് മറുപടി നൽകേണ്ടതാണ്. ബിജെപി വരും നാളുകളിൽ വലിയ പാടം തൂർക്കുന്നതിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനം. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകുമെന്നും ബിജെപി തവനൂർ മണ്ഡലം പ്രസിഡന്റ് പി സുജീഷ്, വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ തടത്തിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി റജി കാലടി, നന്ദകുമാർ, മോഹനൻ ആദാവിൽ, എം നടരാജൻ എന്നിവർ അറിയിച്ചു. NCV ന്യൂസ് എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.